ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. പിന്നെ നല്ല ഇത്രയും സമയം നല്ല മഴയാണ്. ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ ചെറുങ്ങനെ പൊടിക്കുന്നുണ്ട് മഴ. ഇതിന് കുറച്ച് നാൾ മുൻപ് ബുക്ക് ഷെൽഫിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ബുക്ക് ഷെൽഫിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ അതിനകത്ത് കുറച്ച് ഏകദേശം ഒരു ഐഡിയ തന്നിരുന്നു. ബുക്ക് ഷെൽഫ് എന്ന് വെച്ചാൽ ടോപ്പ് ഭാഗത്തിൽ നോവലും കാര്യങ്ങളൊക്കെ, പിന്നെ ഏറ്റവും അടിഭാഗത്ത് വേറെ കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മളെ പഴയ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും കാലഘട്ടത്തിലൊക്കെ ഉപയോഗിച്ച റെക്കോർഡും കാര്യങ്ങളും, പിന്നെ അതേപോലത്തെ 200 പേജിൻ്റെ ബുക്കുകളും അങ്ങനത്തെ ഉള്ള ക്ലാസ്മേറ്റിൻ്റെ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞ സ്പോർട്സിൻ്റെ കളക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ബുക്കുകളാണെന്ന് പറഞ്ഞത്. എസ്പെഷ്യലി ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ, ഫുട്ബോൾ റിലേറ്റഡായ കളക്ഷനും കാര്യങ്ങളൊക്കെയാണ് ആ പുസ്തകത്തിൽ ഉണ്ടാവുന്നത്. ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഓരോ ദിവസമായിട്ട് ഫുട്ബോളിൻ്റെ അങ്ങനെ കളക്ഷൻ്റെ ബുക്കുകൾ ജസ്റ്റ് അങ്ങനെ നോക്കാം. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. സ്പോർട്സ് അഥവാ മനസ്സിൽ അങ്ങനെ സ്പോർട്സിനെ പറ്റി കുറച്ചൊരു ഒരു ഇഷ്ടം മനസ്സിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഫുട്ബോൾ കളക്ഷൻസിൻ്റെ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അത് പേപ്പർ കട്ടിങ്സും ടൂർണമെൻ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ ഫുട്ബോൾ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവുമെന്ന് തോന്നില്ല. പിന്നെ ചിലവർ ക്രിക്കറ്റിന് അമിതമായിട്ട് ആശ്രയിക്കുന്നതോ അല്ലെങ്കിൽ ക്രിക്കറ്റ് അമിതമായി ഇഷ്ടപ്പെടുന്നവർക്ക് ഫുട്ബോൾ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. കാരണം നമ്മളെ നാട്ടിൽ വെച്ചാൽ ഫുട്ബോളെല്ലാം അങ്ങനെ ഡീപ്പായിട്ട് നടത്തുന്നുണ്ടോ എന്ന സംശയമാണ്. എനിക്ക് കറക്റ്റ് അതിൻ്റെ ഇതൊന്നും അറിയില്ല, നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഫുട്ബോളിനെക്കാട്ടി ക്രിക്കറ്റിനാണെന്നൊന്ന് കുറച്ച് തേരോട്ടം നമ്മളെ ഇന്ത്യയിലെല്ലാം ക്രിക്കറ്റിനാണെന്നൊന്ന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നതെന്നാണ് തോന്നുന്നത്. എസ്പെഷ്യലി നിങ്ങൾക്കറിയില്ല IPL തന്നെ, നമ്മളെ 2020 ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും വലിയ ടൂർണമെൻറ്റാണ് IPL. അതിൽ പണം ഒഴുകുന്ന വഴികളൊന്നും നിങ്ങൾക്കറിയില്ല. സ്പോൺസർമാരും അഡ്വർടൈസ്മെൻറ്റ് വഴി അങ്ങനെ ജേഴ്സി വരെ അങ്ങനെ ഓരോ കിറ്റും മെറ്റീരിയലും. അപ്പോൾ അത്ര പൈസ ഒഴുകുന്നതെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഫുട്ബോളിന് അങ്ങനെ വേണ്ടത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ കേരളത്തിൽ മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്താണെന്ന് ഫുട്ബോളിന് കുറച്ചും കൂടി ഒരു നല്ല വേരോട്ടമുള്ള മണ്ണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ണൂരുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഓരോ ടൂർണമെൻ്റ് അങ്ങനെ നടത്തി കൊണ്ടുവന്നിട്ട് ആ പടിപടിയായിട്ട് ആ സ്റ്റെപ്പിലേക്ക് കയറേണ്ട പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ക്രിക്കറ്റിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് ഫുട്ബോളിനും കൂടി കൊടുത്താൽ നമ്മൾ ഇന്ത്യൻ ടീം തന്നെ നല്ല സെറ്റ് ടീമായിട്ട് മുന്നേറി ഓരോ ടൂർണമെൻറ്റുകൾ കളിക്കുമെന്ന് തന്നെ തോന്നുന്നു. ഇന്ത്യക്കിപ്പം AFC ഏഷ്യൻ കപ്പ് ഉണ്ട്. പിന്നെ അതുമല്ലാതെ തന്നെ ഓരോ അങ്ങനെ ഇതായിട്ടുള്ള ടൂർണമെൻറ്റുകളെല്ലാം നല്ല ഇതായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ തോന്നുന്നത്. അപ്പോൾ കുറച്ചും കൂടി വേണ്ട രീതിയിൽ ഫുട്ബോളിന് ഒന്ന് നല്ല സപ്പോർട്ട് ചെയ്താൽ ഇന്ത്യൻ ടീം വരും ഭാവിയിൽ വലിയ വലിയ ടൂർണമെൻറ്റുകളിൽ കളിക്കും എന്നാണ് എൻ്റെ ശുഭപ്രതീക്ഷയാണ്. ഹലോ ഗൈസ്, പിന്നെ ഫുട്ബോളിൻ്റെ കളക്ഷൻ വീഡിയോ, അതായത് അതിൻ്റെ ഫുട്ബോൾ കളക്ഷൻ വീഡിയോൻ്റെ ഒരു ഇത് ചെയ്യാമെന്നല്ല പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. പിന്നെ നിങ്ങളെല്ലാവരും ഏതായിരിക്കും ഫുട്ബോൾ ഫസ്റ്റ് ടൂർണമെൻറ്റ്, മേജർ ടൂർണമെൻറ്റ് കണ്ടിട്ടുണ്ടാവുക. എല്ലാവരും അധികം ആൾക്കാരും 2010 ലോകകപ്പായിരിക്കും കണ്ടിട്ടുണ്ടാവുക. പിന്നെ അതിന് മുന്നേ വലിയ ടൂർണമെൻ്റ് അല്ല, യൂറോപ്പിൽ ഈ ക്ലബ്ബ് ഫുട്ബോൾ ടൂർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. യൂറോപ്പിലെ മികച്ച 5 ലീഗുകൾ, അത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, നമ്മുടെ ഫ്രാൻസിലെ ലീഗ് 1, ഇറ്റലിയിലെ സെറി എ, പിന്നെ ജർമ്മനിയിലെ ബുണ്ടസ് ലീഗ, സ്പെയിനിലെ ലാ ലീഗ, അങ്ങനത്തെ ലീഗുകൾ മാച്ചുകളും അതിൽ പ്രധാന ടീമുകൾ മാച്ചസ് എല്ലാം കണ്ടിട്ടുണ്ട്. ബാർസലോണ, അത്ലറ്റിക്കോ മാഡ്രിഡ്, റയൽ മാഡ്രിഡ്, ആർസനൽ, ചെൽസി, ലിവർപൂൾ, മാഞ്ചസ്റ്റർ സിറ്റി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ബയേൺ മ്യൂണിക്ക്, ബൊറൂസിയ ഡോർട്ട്മണ്ട്, അങ്ങനെ നല്ല പ്രമുഖമായ ക്ലബ്ബുകളെ മാച്ചസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും.
ഞാൻ അങ്ങനെ കുത്തിയിരുന്ന് മാച്ചസ് ആ ടൈമൊന്നും അങ്ങനെ കാണാറില്ല. ഹൈലൈറ്റ്സൊക്കെ അങ്ങനെ കണ്ടു തുടങ്ങിയതാണ് ഈ ഇംഗ്ലീഷ് ലീഗിൻ്റെയും അങ്ങനെ മാച്ചസ് ആ ടൈമിൽ 2010 ടൈമിൽ. പിന്നെ ഞാൻ ഫസ്റ്റ് കണ്ട ടൂർണമെൻ്റ് വെച്ചാൽ ഇതന്നെ 2010 ഫിഫ ലോകകപ്പ് തന്നെയാണ് ആദ്യമായിട്ട് കണ്ടത്. ചാനൽ ഏതാണെന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. കണ്ടിട്ടുണ്ട്, അധികം മാച്ചസ് എല്ലാം കണ്ടിന്. പിന്നെ 2010 ലോകകപ്പാണ് എൻ്റെ ഓർമ്മയിൽ ഫസ്റ്റ് ഞാൻ കണ്ട ടൂർണമെൻറ്റ്. അതിന് ശേഷം ഇങ്ങോട്ടാണ് എല്ലാ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടത്. പിന്നെ ലോകകപ്പ് കൂടാണ്ട് നമ്മുടെ യൂറോ കപ്പ്, അതായത് UEFA എന്ന സംഘടന സംഘടിപ്പിക്കുന്ന ടൂർണമെൻറ്റ്, അതായത് ആ മേഖലയിലുള്ള യൂറോപ്യൻ മേഖലയിലുള്ള ടീമുകളെല്ലാം വെച്ചിട്ട് സംഘടിപ്പിക്കുന്ന ഒരു ടൂർണമെൻറ്റ് യൂറോ കപ്പ്. പിന്നെ അർജൻറ്റീന, ബ്രസീൽ, ഉറുഗ്വെല്ലാം പങ്കെടുക്കുന്ന കോപ്പ അമേരിക്ക, അങ്ങനത്തെ ഒരു ടൂർണമെൻറ്റൊക്കെയാണ് കണ്ടത്. അപ്പോൾ അതാണ് എൻ്റെ സ്റ്റാർട്ടിങ് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് കാണുന്നത് സ്റ്റാർട്ടിങ് എന്ന് പറയാം. പിന്നെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണും. ഇംഗ്ലീഷ് ലീഗ്, ഈ ക്ലബ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഹൈലൈറ്റ്സൊക്കെ കാണും. പിന്നെ UEFA ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പ ലീഗ്, ഇപ്പം അതുകൂടാണ്ട് ഒന്നും കൂടി ഉണ്ട് കോൺഫറൻസ് ലീഗ് എന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ ലേറ്റസ്റ്റ് പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്ത ടൂർണമെൻറ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ടൂർണമെൻറ്റാണ് കാണൽ. അപ്പോൾ ഫുട്ബോൾ കളക്ഷൻ ഫസ്റ്റ് തുടങ്ങിയത് തന്നെ 2010 ലോകകപ്പ് മുതലാണ്, ഫിഫ ലോകകപ്പ് മുതൽ. അതിന് ശേഷം ഇങ്ങോട്ട് എല്ലാ ടൂർണമെൻറ്റിൻ്റെയും ഡീറ്റെയിൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യലുണ്ട്. അത് ഇന്നും മുടങ്ങിയില്ല. അത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കും. ഹലോ ഗൈസ്, നമസ്കാരം. പിന്നെ ആ ഫുട്ബോൾ കണ്ടിന്യൂഷൻ്റെ തന്നെ ആ വീഡിയോ തന്നെയാണ്. 2010 ഫിഫ ലോകകപ്പ് നടന്നത് സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്കയിലാണ്. അവരാണ് ആതിഥേയത്വം വഹിച്ചത്. അപ്പോൾ അവർ ഒഫീഷ്യൽ ഓരോ ലോകകപ്പിനും ഒഫീഷ്യൽ ഒരു ചിഹ്നം ഉണ്ടാവും, സിമ്പൽ. അപ്പോൾ ഇതിൻ്റെത് 2010 ലോകകപ്പിലെ മാസ്കട്ട്, ഇംഗ്ലീഷിൽ മാസ്കട്ട് എന്നാണ് തോന്നുന്നു പറയുന്നത്, സ്പെല്ലിങ് MASCOT. അത് സാക്കോമി എന്നൊരു സിംഹത്തിൻ്റെ ചിഹ്നമാണ്. പിന്നെ ഒഫീഷ്യൽ ഓരോ ടൂർണമെൻറ്റിനും അതായത് ഒഫീഷ്യൽ പന്തുണ്ടാവും, ഒഫീഷ്യൽ ബോൾ. അത് ഓരോരോ സ്പോർട്സ് ബ്രാൻഡ് റിലേറ്റഡ് ആയിട്ട് കമ്പനിയാണ് അത് അവർ ഇറക്കുന്നത്. അപ്പോൾ 2010 ലോകകപ്പിലെ ഒഫീഷ്യൽ ബോൾ അല്ലെങ്കിൽ പന്ത് എന്ന് പറയുന്നത് ജബുലാനിയാണ്, ജബുലാനി. പിന്നെ 8 ഗ്രൂപ്പുകളുണ്ട്, A മുതൽ H വരെ 8 ഗ്രൂപ്പുകൾ. 8 ഗ്രൂപ്പുകളിൽ 36 ടീമുകളാണ് ഉണ്ടാവുക. ഗ്രൂപ്പ് എയിൽ ഉള്ളത് ഉറുഗ്വേ, മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക, അതായത് ഹോസ്റ്റ് ആയ സൗത്ത് ആഫ്രിക്ക, ഫ്രാൻസ്. ഗ്രൂപ്പ് ബിയിൽ അർജൻറ്റീന, സൗത്ത് കൊറിയ, നൈജീരിയ, ഗ്രീസ്. ഗ്രൂപ്പ് സിയിൽ USA, ഇംഗ്ലണ്ട്, സ്ലോവേനിയ, അൾജീരിയ. ഗ്രൂപ്പ് ഡിയിൽ ജർമ്മനി, ഘാന, ഓസ്ട്രേലിയ, സെർബിയ. ഗ്രൂപ്പ് ഇയിൽ നെതർലാൻഡ്സ്, ജപ്പാൻ, ഡെൻമാർക്ക്, കാമറൂൺ. ഗ്രൂപ്പ് എഫിൽ പാരാഗ്വേ, സ്ലോവാക്യ, ന്യൂസിലാൻഡ്, ഇറ്റലി. ഗ്രൂപ്പ് ജിയിൽ ബ്രസീൽ, പോർച്ചുഗൽ, ഐവറി കോസ്റ്റ്, നോർത്ത് കൊറിയ. പിന്നെ ഗ്രൂപ്പ് എച്ചിൽ സ്പെയിൻ, ചിലി, സ്വിറ്റ്സർലാൻഡ്, ഹോണ്ടിയുറസ്. ഇത്രയും ടീമുകളും ഇതുവരെ പറഞ്ഞ ഗ്രൂപ്പുകളാണ് ഉള്ളത്. പിന്നെ ഇത് ഗ്രൂപ്പ് ഘട്ടം പറഞ്ഞാൽ പരസ്പരം ഗ്രൂപ്പിലുള്ള ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കും. പിന്നെ അതിൽ ടോപ്പ് ഇതിൽ എത്തുന്ന ടീമുകൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകും, നോക്കൗട്ട് സ്റ്റേജിലേക്ക് പോകും. എല്ലാ ടൂർണമെൻറ്റും അങ്ങനെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കൗട്ട് സ്റ്റേജ് സ്റ്റാർട്ടാവും. പ്രീ ക്വാർട്ടർ ഫൈനൽസൊന്നും അങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്കങ്ങനെ ഊഹിക്കാം. പിന്നെ നോർമൽ രീതിയിൽ അതിന് പറയുന്നത് റൗണ്ട് ഓഫ് 16 ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്വാർട്ടർ ഫൈനൽസ്, പിന്നെ സെമി ഫൈനൽസ്, പിന്നെ ഫൈനൽ.
ഇതിൽ റൗണ്ട് ഓഫ് 16 ആണ് സ്റ്റാർട്ടിങ് മുതൽ ഉള്ളത്. റൗണ്ട് ഓഫ് 16 ഉള്ള മത്സരങ്ങളെന്ന് പറഞ്ഞാൽ ഉറുഗ്വേയും സൗത്ത് കൊറിയയും, പിന്നെ USA ഘാന, ജർമ്മനി ഇംഗ്ലണ്ട്, അർജൻറ്റീന മെക്സിക്കോ, പിന്നെ നെതർലാൻഡ്സ് സ്ലോവാക്യ, ബ്രസീൽ ചിലി, പാരാഗ്വേ ജപ്പാൻ, പിന്നെ സ്പെയിനും പോർച്ചുഗലും. റൗണ്ട് ഓഫ് 16 ഈ മത്സരങ്ങളാണ് ഉള്ളത്. പിന്നെ അതിന് ശേഷം റൗണ്ട് ഓഫ് 16 ഘട്ടം കഴിഞ്ഞ ശേഷം പിന്നെ ക്വാർട്ടർ ഫൈനൽസാണ്. ക്വാർട്ടർ ഫൈനൽസിൽ നെതർലാൻഡ്സും ബ്രസീലും. പിന്നെ അതിന് ശേഷം നടക്കുന്ന മത്സരം ഉറുഗ്വേ ഘാന. പിന്നെ അതിന് ശേഷമുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരം അർജൻറ്റീനയും ജർമ്മനിയും. പിന്നെ ഉള്ളത് പാരാഗ്വേ സ്പെയിൻ. പിന്നെ ക്വാർട്ടർ ഫൈനൽസ് ഷെഡ്യൂൾ കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് സെമി ഫൈനൽസാണ്. ക്വാർട്ടർ ഫൈനൽസ് കഴിഞ്ഞാലാണ് സെമി ഫൈനൽസ് വരുന്നത്. അപ്പോൾ സെമി ഫൈനൽസിൽ ഉറുഗ്വേയും നെതർലാൻഡ്സും തമ്മിലാണ് ഒരു മത്സരം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ജർമ്മനിയും സ്പെയിനും. പിന്നെ അതിൽ ജയിക്കുന്നവർ ഫൈനലിൽ ഏറ്റുമുട്ടും. ഫൈനലിൽ ഏറ്റുമുട്ടിയത് നെതർലാൻഡ്സും സ്പെയിനുമാണ്. അപ്പോൾ 2010 ഫിഫ ലോകകപ്പ് സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന ഫിഫ ലോകകപ്പിൽ ചാമ്പ്യന്മാർ ആയിരുന്നത് സ്പെയിനാണ്. 2010 റണ്ണറപ്പ്, അതായത് രണ്ടാം സ്ഥാനം നേടിയത് നെതർലാൻഡ്സാണ്. പിന്നെ ഓരോ ടൂർണമെൻറ്റിലും ടോപ്പ് സ്കോറേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും, ഗോൾ സ്കോറേഴ്സ്. അതെല്ലാ ടൂർണമെൻറ്റിലും ഉള്ളതാണ്. ഇതിൽ കുറച്ച് അധികം ഗോൾ സ്കോറേഴ്സ് ഉണ്ട്. നമുക്കത് ജസ്റ്റ് അതിന് ഞാൻ റഫായിട്ട് നോട്ട് ചെയ്ത് വെച്ചതാണ് ഗോൾ സ്കോറേഴ്സ് ആരൊക്കെയാണുള്ളത്. നമുക്കതൊന്ന് കാണാം. ഇതാണ് 2010 ഫിഫ ലോകകപ്പ് സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന ലോകകപ്പിലെ ടോപ്പ് സ്കോറേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ 5, 4, 3, 2 എന്ന ഗോൾ സ്കോറേഴ്സാണ് ഉള്ളത്. അതായത് 5 ഗോൾ നേടിയവർ, 4 ഗോൾ നേടിയവർ, 3 ഗോൾ നേടിയവർ, പിന്നെ 2 ഗോൾ നേടിയവർ. 5 ഗോൾ നേടിയവരിൽ 4 ആൾക്കാരുണ്ട്. അത് ജർമ്മനിയുടെ തോമസ് മുള്ളർ, പിന്നെ നെതർലാൻഡ്സിൻ്റെ വെസ്ലി സ്നൈഡർ, സ്പെയിനിൻ്റെ ഡേവിഡ് വിയ, ഉറുഗ്വേയുടെ ഡിയാഗോ ഫോർലാൻ. ഈ പറഞ്ഞ ഫുട്ബോൾ കളിക്കാരാണ് 5 ഗോൾ നേടിയവർ ഉള്ളത്. പിന്നെ അതിന് ശേഷം വരുന്നത് 4 ഗോൾ നേടിയവർ. 4 ഗോൾ നേടിയവരിൽ അർജൻറ്റീനയുടെ ഗൊൺസാലോ ഹിഗ്വൻ, ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസെ, പിന്നെ സ്ലോവാക്യയുടെ റോബർട്ട് വിറ്റേക്ക്. അവരാണ് 4 ഗോൾ നേടിയ ഫുട്ബോൾ കളിക്കാർ ഈ ടൂർണമെൻറ്റിൽ. പിന്നെ അതിന് ശേഷമുള്ളതാണ് 3 ഗോൾ നേടിയ ഫുട്ബോൾ കളിക്കാർ ടൂർണമെൻറ്റിൽ. ബ്രസീലിൻ്റെ ലൂയിസ് ഫാബിയാനോ, ഘാനയുടെ അസമോവ ഗ്യാൻ, USA ലാൻഡൺ ഡോണവൻ, ഉറുഗ്വേയുടെ ലൂയിസ് വാരസ്. ഇവരൊക്കെയാണ് 3 ഗോൾ നേടിയവരുള്ളത്. 2 ഗോൾ നേടിയവർ ഒരുപാട് കളിക്കാരുണ്ട്. അതിൽ അർജൻറ്റീനയുടെ കാർലോസ് ടെവസ്, ഓസ്ട്രേലിയയുടെ ബ്രെറ്റ് ഹോൾമാൻ, ബ്രസീലിൻ്റെ എലാനോ, അതുപോലെ ബ്രസീലിൻ്റെ റൊബീഞ്ഞോ, കാമറൂണിൻ്റെ സാമുൽ എറ്റോ, ജർമ്മനിയുടെ ലുക്കാസ് പൊഡോൾസ്കി, ജപ്പാൻ്റെ കൈസുകെ ഹോണ്ട, മെക്സിക്കോയുടെ ഹേവിയർ ഹെർണാണ്ടസ്, നെതർലാൻഡ്സിൻ്റെ ആര്യൻ റോബൻ, നൈജീരിയയുടെ കാളോ ഉച്ചെ, പോർച്ചുഗലിലെ കളിക്കാരൻ ടിയാഗോ, സൗത്ത് കൊറിയയുടെ ലീ ചുങ് യോങ്, അതുപോലെ തന്നെ സൗത്ത് കൊറിയയുടെ ഒരു കളിക്കാരനും കൂടിയുണ്ട്. 2 ഗോൾ നേടിയവരിൽ ലീ ജോങ്സും, പിന്നെ സ്പെയിനിൻ്റെ ആൻഡ്രസ് ഇനിയസ്റ്റ. ഈ പറഞ്ഞ കളിക്കാരൊക്കെയാണ് 2 ഗോൾ നേടിയവരുള്ളത്. ഇതിപ്പം ജസ്റ്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ 5 ഗോളുകളും 4 ഗോളുകളും 3 ഗോളുകളും പിന്നെ 2 ഗോളുകളും നേടിയവർ. പിന്നെ ഇത് ഞാൻ അതേപോലെ തന്നെ റഫായിട്ട് വിക്കിപീഡിയ നോക്കിയിട്ട് അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചതാണ്. 2010 ഫിഫ ലോകകപ്പ് സൗത്ത് ആഫ്രിക്കയാണ് ആതിഥേയത്വം വഹിക്കുന്നത്. സാക്കോമിയാണ് ചിഹ്നം. പിന്നെ ജബുലാനി അഡിഡാസിന് കമ്പനിയാണ് പന്ത് പുറത്തിറക്കിയത്. ജബുലാനിയാണ് ഒഫീഷ്യൽ പന്ത്. ടീമുകളും ഗ്രൂപ്പുകളും നിങ്ങൾക്ക് തൊട്ട് താഴെയായിട്ട് കാണാം. ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞോടെ വരുന്ന നോക്കൗട്ട് സ്റ്റേജ്, റൗണ്ട് ഓഫ് 16, ക്വാർട്ടർ ഫൈനൽസ്, സെമി ഫൈനൽസും പിന്നെ ഫൈനലും. പിന്നെ ഫൈനൽ കഴിഞ്ഞോടെ ചാമ്പ്യൻ ആരാണ്, റണ്ണറപ്പ് ആരാണ്, അത് അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ്. ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ കളക്ഷൻ്റെ
ഫസ്റ്റ് ബുക്ക്, അതായത് 2010 ഫിഫ ലോകകപ്പ് സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന ലോകകപ്പിൻ്റെ അതിൻ്റെ കളക്ഷൻ സ്റ്റാർട്ടിങ് പേജാണ് ഇത്. ഫസ്റ്റ് ഗ്രൂപ്പ് എ, സൗത്ത് ആഫ്രിക്ക, മെക്സിക്കോ, ഉറുഗ്വേ, ഫ്രാൻസ് എന്നീ ടീമുകൾ അടങ്ങിയ ഗ്രൂപ്പ് എ. അപ്പോൾ അതിൽ ഓരോ ടീമിൻ്റെയും പ്ലെയേഴ്സ്, അതായത് ആ സ്ക്വാഡിൽ ഉള്ള അംഗങ്ങളെയാണ് ലിസ്റ്റ് ഉള്ളത്. ഇതിൽ ഫസ്റ്റ് ദക്ഷിണാഫ്രിക്ക, ആ ബ്രാക്കറ്റിൽ എഴുതിയത് റാങ്കിങ് ആയിരിക്കും, 2010 ടൈമിലുള്ളതാണ്. അപ്പോൾ ദക്ഷിണാഫ്രിക്ക ടീമിൻ്റെ കോച്ച് എന്ന് പറഞ്ഞാൽ കാർലോസ് ആൽബർട്ടോ പെരേര. മെക്സിക്കോൻ്റെ റാങ്കിങ് ആ ടൈം 17 ഉണ്ടായിന്. കോച്ച് എന്ന് പറഞ്ഞാൽ ഹാവിയർ അഗ്വേറെ, അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ആ ടൈം ഉറുഗ്വേൻ്റെ റാങ്കിങ് 16, കോച്ച് എന്ന് പറഞ്ഞാൽ ഓസ്കർ തബേറസ്. പിന്നെ ഇത് ഫ്രാൻസിൻ്റെ 2010 റാങ്കിങ് ഉണ്ടായിരുന്നു 9, കോച്ച് എന്ന് പറയുന്നത് റേമണ്ട് ഡൊമിനിക്. ഓരോ ടീമിൻ്റെ സ്ക്വാഡാണ്, ഗോൾ കീപ്പർമാർ, ഡിഫൻഡർമാർ, മിഡ്ഫീൽഡർമാർ, അങ്ങനെ സ്ട്രൈക്കർമാർ, എല്ലാ ടീമിലെ എത്രയൊക്കെ അംഗങ്ങളാണ് ഉള്ളത്, എങ്ങനെയാണ് ഉള്ളതല്ലോ. പിന്നെ ദക്ഷിണാഫ്രിക്ക ടീമിലെ മെയിനൊരു ഗോൾ കീപ്പറാണ് ഇറ്റുമെലങ് ഖൂനി, അങ്ങനെയൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതിനകത്ത് ചില പ്ലെയേഴ്സൊക്കെ യൂറോപ്യൻ ലീഗുകളിലെല്ലാം കളിച്ചിട്ടുണ്ടാകും. സൗത്ത് ആഫ്രിക്കേൻ്റെ മിഡ്ഫീൽഡർമാരായ സ്റ്റീവൻ പീനർ, എനിക്ക് തോന്നുന്നത് ആ ടൈം എവർട്ടൺ എന്ന ഇംഗ്ലീഷ് ക്ലബിന് വേണ്ടി കളിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ മെക്സിക്കോൻ്റെ ഗോൾ കീപ്പർ ഗില്ലർമോ ഒച്ചോവ. പിന്നെ ഉറുഗ്വേൻ്റെ കുറച്ച് നോട്ടബിൾ പ്ലെയേഴ്സ് ഉണ്ട് ഗോൾ കീപ്പർമാരിൽ, ഫെർണാണ്ടോ മുസ്ലേറ. പിന്നെ ഡിഫൻഡർമാർ നോക്കിയാൽ ഡിയാഗോ ലുഗാനോ, ഡിയാഗോ ഗോഡിൻ. മിഡ്ഫീൽഡർമാരിൽ അങ്ങനെ സ്ട്രൈക്കർമാരിൽ അങ്ങനെ ചില പേരുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ലൂയിസ് സുവാറസ്, ഡിയാഗോ ഫോർലാൻ, എഡിൻസൺ കവാനി. ഫ്രാൻസ് ടീം നോക്കിയാൽ ഗോൾ കീപ്പർമാരിൽ അങ്ങനെ ഹ്യൂഗോ ലോറിസ്. പിന്നെ ഡിഫൻഡർമാരും എല്ലാം നോക്കിയാൽ നല്ല പാരമ്പര്യമുള്ള കളിക്കാരാണ്. ഓരോ ലീഗുകളിലൊക്കെ കളിച്ച് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്. വില്യം ഗാലസ്, എറിക് കാബിദൽ, ബക്കാരി സാന, പാട്രിക് എവ്ര, ഗയൽ ക്ലീച്ചി, മാർക്ക് പെനസ്, അബേ ഡിയാബി, ആലോ ഡിയേറ, യുവാൻ ഗോർക്കഫ്, ഫ്ലോറൻ മലൂദ, നിക്ലാസ് അനേൽക്കെ, തിയറി എൻട്രി, ഫ്രാങ്ക് റിബറി, മാത്യു വാൽബേന. അങ്ങനെ ഈ ഗ്രൂപ്പ് എൻ്റെ വരുന്നതാണ് ഇത് ഫോട്ടോ. ഇത് ഗ്രൂപ്പ് ബി, അർജൻറ്റീന, നൈജീരിയ, സൗത്ത് കൊറിയ, ഗ്രീസ്. അതിന് ആ ടീമിൻ്റെ ഇത് പുറമെ താഴെ ഈ ഗോൾഡൻ ബോൾ നേടിയവർ, അതായത് ഓരോ ലോകകപ്പിലെ ഒരു അവാർഡ് എന്ന രീതിയിലാണ് ഗോൾഡൻ ബോൾ, ഗോൾഡൻ ഷൂ എന്ന് പറയുന്നത്. ഗോൾഡൻ ബോൾ ലിസ്റ്റ് നോക്കിയാൽ 1982 പോളോ റോസി, 86 ഡിയേഗോ മറഡോണ, 90 സാൽവദോർ സ്കിലേച്ചി, 94 റൊമാരിയോ, 98 റൊണാൾഡോ, 2002 ഒലിവർ ഖാൻ, 2006 സിനദീൻ സിദാൻ. പിന്നെ ഗോൾഡൻ ഷൂ അതേപോലെ ഓരോ ഇയറിൽ നോക്കിയാൽ 1982 പോളോ റോസി, 86 ഗേറി ലിനേക്കർ, 90 സാൽവദോർ സ്കിലേച്ചി, 94 രണ്ടാളുണ്ട്, ഒലേഗ് സെലെങ്കോ, സ്റ്റോയ്ക്കോവ് എനിക്ക് തോന്നുന്നു ഹ്രിസ്റ്റോ സ്റ്റോയ്ക്കോവ് എന്നായിരിക്കണം മുഴുവൻ പേര്, 98 ദേവേ സൂക്കർ, 2002 റൊണാൾഡോ, 2006 മിറോസ്ലാവ് ക്ലോസെ. ജർമ്മനിയുടെ ഫുട്ബോൾ കളിക്കാരനാണ് മിറോസ്ലാവ് ക്ലോസെ. പോളോ റോസി എനിക്ക് തോന്നുന്നത് ഇറ്റലി ആയിരിക്കണം. ഗേറി ലിനേക്കർ ഇംഗ്ലണ്ട്, സാൽവദോർ സ്കിലേച്ചി ഇറ്റലി എന്നാണ് എൻ്റെ ഡൗട്ട്. ഡേവേ സൂക്കർ ക്രൊയേഷ്യ ആയിരിക്കണം. ഇത് പിന്നെ അതിന് പുറമില്ല ലോകകപ്പ് വിജയികളും 2 സ്ഥാനക്കാണ് ക്രമത്തിൽ അങ്ങനെ കൊടുത്തിരുന്നു ഓരോ വർഷം തുടങ്ങിയത്. 1930 ഉറുഗ്വേ ചാമ്പ്യൻ, അർജൻറ്റീന 2 സ്ഥാനം, 34 ഇറ്റലി ജേതാവും, ചെക്കോസ്ലോവാക്യ 2 സ്ഥാനം, അതായത് റണ്ണറപ്പ്. 1938 ഇറ്റലി ചാമ്പ്യനും, ഹംഗറി റണ്ണറപ്പ്. 1950 ഉറുഗ്വേ ചാമ്പ്യൻ, ബ്രസീൽ റണ്ണറപ്പ്.
1954 പശ്ചിമ ജർമ്മനി ചാമ്പ്യൻ, ഹംഗറി റണ്ണറപ്പ്. 1958 ബ്രസീൽ ചാമ്പ്യൻ, സ്വീഡൻ റണ്ണറപ്പ്. 1962 ബ്രസീൽ ചാമ്പ്യൻ, ചെക്കോസ്ലോവാക്യ റണ്ണറപ്പ്. 1966 ഇംഗ്ലണ്ട് ചാമ്പ്യൻ, പശ്ചിമ ജർമ്മനി റണ്ണറപ്പ്. 1970 ബ്രസീൽ ചാമ്പ്യൻ, ഇറ്റലി റണ്ണറപ്പ്. 74 പശ്ചിമ ജർമ്മനി ചാമ്പ്യൻ, ഹോളണ്ട് റണ്ണറപ്പ്. ഹോളണ്ട് എന്ന് ഉദ്ദേശിക്കാൻ നമ്മൾ നെതർലൻഡ്സ്. 1978 അർജൻറ്റീന ചാമ്പ്യൻ, ഹോളണ്ട് റണ്ണറപ്പ്. 1982 ഇറ്റലി ചാമ്പ്യൻ, പശ്ചിമ ജർമ്മനി റണ്ണറപ്പ്. 86 അർജൻറ്റീന ചാമ്പ്യൻ, പശ്ചിമ ജർമ്മനി റണ്ണറപ്പ്. 1990 പശ്ചിമ ജർമ്മനി ചാമ്പ്യൻ, അർജൻറ്റീന റണ്ണറപ്പ്. 94 ബ്രസീൽ ചാമ്പ്യൻ, ഇറ്റലി റണ്ണറപ്പ്. 98 ഫ്രാൻസ് ചാമ്പ്യൻ, ബ്രസീൽ റണ്ണറപ്പ്. പിന്നെ ടോപ്പിൽ അത് ബാക്കി. 2002 ബ്രസീൽ ചാമ്പ്യൻ, ജർമ്മനി റണ്ണറപ്പ്. 2006 ഇറ്റലി ചാമ്പ്യൻ, ഫ്രാൻസ് റണ്ണറപ്പ്. പിന്നെ ഇത് അർജൻറ്റീന ടീമിൻ്റെ ഡീറ്റെയിൽസാണ്. 2010 ടൈമിൽ റാങ്കിങ് 7ാമതുണ്ടായിരുന്നു. കോച്ചായിട്ടുണ്ടായിരുന്നു ഡിയേഗോ മറഡോണ. അതായത് പ്ലെയേഴ്സെല്ലാം നോക്കിയാൽ ഏകദേശം എല്ലാവർക്കും പേരെല്ലാം ഓർമ്മയുണ്ടാകും. ഗോൾ കീപ്പർമാരിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെർജിയോ റൊമേറോ. ഡിഫൻഡർമാർ നോക്കിയാൽ നിക്കോളാസ് ഒട്ടമെൻഡി, ഗബ്രിയൽ ഹെയ്ൻസ്. പിന്നെ മിഡ്ഫീൽഡർമാരിൽ ഹേവിയർ മസ്ക്രാനോ, ഇവാൻ സെബസ്റ്റ്യൻ വെറോൺ, ഏഞ്ചൽ ഡി മരിയ, ഹേവിയർ പെസ്റ്റോറെ, അങ്ങനെ കളിക്കാർ. സ്ട്രൈക്കർമാർ നോക്കിയാൽ ലയണൽ മെസ്സി, ഗൊൺസാലോ ഹിഗ്വൻ, സെർജിയോ അഗ്വേറോ, ഡിയേഗോ മിലീറ്റോ, കാർലോസ് ടെവസ്. പിന്നെ നൈജീരിയ ടീമിൻ്റെ നോക്കിയാൽ റാങ്കിങ് 21. 2010 ടൈമാണ്. കോച്ച് എന്ന് പറഞ്ഞാൽ ലാർസ് ലാഗർബാക്കാണ്. ഗോൾ കീപ്പർമാർ നോക്കി വിൻസൻ എനിയമ. പിന്നെ മെയിൻ കളിക്കാരിലാരൊക്കെ നോക്കിയാൽ മിഡ്ഫീൽഡർ സെക്ഷനിൽ നോക്കിയാൽ മൈക്കിൾ ജോൺ ഓബി, ഡാനി കേറ്റ, കാളു ഉച്ചെ. സ്ട്രൈക്കർമാരിൽ യക്കോബോ അയഗ്ബെനി, അബാഫെമി മാർട്ടിൻസ്, അങ്ങനെ ചില കളിക്കാർ ഒക്കെ. ഗ്രീസിൻ്റെ റാങ്കിങ് 13 ഉണ്ടായിരുന്നു. ഒട്ടോ റെഹാഗൽ ആണ് കോച്ച്. പിന്നെ മെയിൻ പ്ലെയർ സ്ട്രൈക്കർമാരിലാണെന്ന് ഇമ്പോർട്ടൻ്റ് ആയ പ്ലെയർ ഉള്ളത് ദിമിട്രിസ് സാൽപിൻഡിസ്, പിന്നെ ജിയോർഗോസ് സമാറസ്, പിന്നെ തിയോഫാനിസ് ജീക്കാസ്. പിന്നെ ഇത് ദക്ഷിണ കൊറിയ, അതായത് സൗത്ത് കൊറിയ. 2010 47 റാങ്കിങ് ഉണ്ടായത്. കോച്ച് ഹൂ ജുങ് മോ. എല്ലാവരും പേര് പിന്നെ അങ്ങനത്തെ പേര് ഉണ്ടാവും. ദക്ഷിണ കൊറിയ ടീം ലീ ചോങ്കും ഹങ് ഹൂങ് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ മെയിൻ പ്ലെയേഴ്സിൽ നോക്കിയാൽ പാർക്ക് ജീസും ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാർക്ക് ജീസും എനിക്ക് തോന്നുന്നത് ആ ടൈം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയായിരിക്കും അവർ ബൂട്ട് കെട്ടിയിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് ബിയിലെ അവസ്ഥ. അർജൻറ്റീന, നൈജീരിയ, സൗത്ത് കൊറിയ, പിന്നെ ഗ്രീസ്.